പ്രവാസലോകത്തെ വാർത്തകൾ. വാഹനവില ഇനി AI നിർണ്ണയിക്കും. പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സൗദി അറേബ്യയിൽ ആരംഭിച്ചു. സൗദിയിൽ വാഹനങ്ങൾ വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കുമിടയിൽ ഒരു പാലമായി പുതിയ പ്ലാറ്റ്ഫോം നിലവിൽ വന്നു. സൗദി അക്രഡിറ്റഡ് വാല്യുവേഴ്സ് അതോറിറ്റിയാണ് മർജിയ എന്ന പേരിലുള്ള പുതിയ പ്ലാറ്റ്ഫോം ആരംഭിച്ചത്. വാഹനങ്ങളുടെ കൃത്യമായ വിലകൾ നിർണ്ണയിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും ഉപയോഗിക്കുന്ന ഈ പ്ലാറ്റ്ഫോം വിപണിയിൽ നീതിയും സുതാര്യതയും ഉറപ്പാക്കാനും വിലകളിലെ വ്യത്യാസങ്ങൾ കുറയ്ക്കാനും ലക്ഷ്യമിടുന്നു. സൗദി അറേബ്യയിലെ ഡിജിറ്റൽ പരിവർത്തനത്തിലേക്കും വാഹന വിപണി നിയന്ത്രിക്കുന്നതിലേക്കുമുള്ള ഒരു പുതിയ ചുവടുവയ്പ്പാണിത്. വാഹനത്തിന്റെ പ്രത്യേകതകളും വിപണി മൂല്യവും സമഗ്രമായി വിശകലനം ചെയ്തുകൊണ്ട് രാജ്യത്തെ കാർ വിലകൾ കണക്കാക്കുന്നതിനുള്ള വിശ്വസനീയമായ ഒരു റഫറൻസായാണ് ഇത് നിലകൊള്ളുന്നതെന്ന് അതോറിറ്റി ഔദ്യോഗിക വക്താവ് സാദ് അൽ ബൈസ് പറഞ്ഞു. വാങ്ങൽ വിൽക്കൽ പ്രക്രിയകളിലെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള അതോറിറ്റിയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് പ്ലാറ്റ്ഫോം നിലവിൽ വന്നത്. വിശ്വസനീയമായ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഡാറ്റ ശേഖരിക്കാനും വിശകലനം ചെയ്യാനും മർജിയ പ്ലാറ്റ്ഫോം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അൽഗോരിതങ്ങളെ ആശ്രയിക്കുന്നു. സൗദി വിപണിയിലെ ചലനാത്മകമായ മാറ്റങ്ങൾക്കനുസൃതമായി വിലകൾ തുടർച്ചയായി അപ്ഡേറ്റ് ചെയ്യാൻ മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നുണ്ടെന്ന് അൽബൈസ് വിശദീകരിച്ചു. യഥാർത്ഥ ഡാറ്റയെ ആശ്രയിക്കുന്നത് വഴി വിൽക്കുന്നവരും വാങ്ങുന്നവരും തമ്മിലുള്ള അന്തരം കുറയ്ക്കാൻ പ്ലാറ്റ്ഫോം സഹായിക്കുന്നു. വാഹനങ്ങളുടെ റെക്കോർഡുകൾ, മുൻഉടമകളുടെ എണ്ണം, യഥാർത്ഥ ഉപയോഗം എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പ്ലാറ്റ്ഫോം വഴി അറിയാനാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് റിയാദ് സീസൺ 2025. ഉത്സവാവേശത്തിലാണ് റിയാദ് നഗരം. ലോകത്തിലെ തന്നെ ശ്രദ്ധേയമായ കലാവിനോദ പരിപാടികളൊന്നായ റിയാദ് സീസൺ 2025 6ാം പതിപ്പിന് വർണ്ണപ്പകിട്ടോടെ തുടക്കം. കിങ്ഡം അരീനയ്ക്കും ബോളിവുഡ് വേർഡിനും ഇടയിലായി നടന്ന ഉദ്ഘാടന മാർച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനപങ്കാളിത്തത്തോടെ ശ്രദ്ധേയമായി. പ്രാദേശിക അന്തർദേശീയ തലങ്ങളിൽ ആകാംക്ഷയോടെ കാത്തിരുന്ന ഈ വിനോദോത്സവത്തിന് തിരിതെളിഞ്ഞതോടെ റിയാദ് നഗരം ഉത്സവ ആവേശത്തിലായി. സ്ത്രീകളും യുവാക്കളും കുട്ടികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ എല്ലാ തുറകളിലുമുള്ളവരുടെ വൻ പങ്കാളിത്തമാണ് ഉദ്ഘാടന പരേഡിൽ ഉണ്ടായത്. ന്യൂയോർക്കിലെ പ്രശസ്തമായ മാസിസ് ഭീമൻ ബലൂണുകളുടെ പ്രദർശനമായിരുന്നു ഈ വർഷത്തെ പരേഡിന്റെ പ്രധാന ആകർഷണം. സീസണിലെ വിവിധ വിനോദ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന പ്ലോട്ടുകളും പരേഡിൽ അണിനിരന്നു. രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക സമ്പന്നത വിളിച്ചോതുന്ന അതുല്യമായ ദൃശ്യാനുഭവങ്ങളാണ് കാണികൾക്ക് ലഭിച്ചത്. പരേഡ് വീക്ഷിക്കാൻ സൗജന്യ പ്രവേശനമാണ് ഒരുക്കിയിരുന്നത്. ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി ചെയർമാൻ തുർക്കി അൽ ഷെയ്ഖാണ് റിയാദ് സീസൺ 2025 ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചത്. വിനോദമേഖലയ്ക്ക് നൽകുന്ന അചഞ്ചലമായ പിന്തുണയ്ക്കും അദ്ദേഹം സൗദി ഭരണാധികാരി സൽമാൻ രാജാവിനും കിരീടാവകാശിയുമായ പ്രധാനമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാനും നന്ദി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യൂറോപ്യൻ യൂണിയനിൽ പുതിയ എൻട്രി എക്സിറ്റ് സിസ്റ്റം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പുമായി ഖത്തർ എയർവേസ്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി ഖത്തർ എയർവേസ്. യൂറോപ്യൻ യൂണിയനിൽ പുതിയ എൻട്രി എക്സിറ്റ് സിസ്റ്റം ഘട്ടം ഘട്ടമായി നടപ്പാക്കുമെന്ന് എയർലൈൻ അറിയിച്ചു. ഷെൻഗൻ മേഖലയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങളിലെ പൗരന്മാരുടെ പ്രവേശനവും പുറപ്പെടലും സംബന്ധിച്ച നടപടികളിൽ ഈ മാറ്റം ബാധകമാകും. അതിനാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ ഈ പുതിയ നിയമങ്ങളും ആവശ്യകതകളും മനസ്സിലാക്കണമെന്ന് ഖത്തർ എയർവേസ് ആവശ്യപ്പെട്ടു. യാത്രക്കാർ കൂടുതൽ വിവരങ്ങൾക്കും പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾക്കും യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കണമെന്ന് എയർലൈൻ അറിയിച്ചു. പുതിയ EES സംവിധാനത്തിലൂടെ യാത്രക്കാരുടെ പ്രവേശന പുറപ്പെടൽ വിവരങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തും. ഇതിലൂടെ പാസ്പോർട്ടിലെ സ്റ്റാമ്പിംഗ് രീതി അവസാനിപ്പിക്കും. സൈപ്രസ്, അയർലൻഡ് ഒഴികെയുള്ള എല്ലാ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും ഹ്രസ്വകാല താമസത്തിനായി എത്തുന്ന യൂറോപ്യൻ യൂണിയൻ ഇതര പൗരന്മാരോട് ഓട്ടോമേറ്റഡ് കിയോസ്കുകളിൽ അവരുടെ പാസ്പോർട്ട് നമ്പർ, വിരലടയാളം, ഫോട്ടോ എന്നിവ നൽകാൻ ആവശ്യപ്പെടും. യൂറോപ്പിലേക്ക് യാത്രയ്ക്കൊരുങ്ങുന്നവർ പുതിയ മാറ്റങ്ങൾ മനസ്സിലാക്കണമെന്നും അല്ലെങ്കിൽ പ്രവേശന സമയത്ത് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്നും എയർലൈൻ അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.